ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ 65 തയ്യാറാക്കാം. ചിക്കൻ 65 തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ 300 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല റെഡ് കളർ കിട്ടും, അതുപോലെ തന്നെ എരിവും കുറവുണ്ടാവും. ഇനി നമുക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ പൊടികൾ ചേർത്ത കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ പൊടികളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കോൺഫ്ലോറും ചേർക്കുന്നത്. ഇനി നമുക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ, അരിപ്പൊടി, പകുതി നാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു മുട്ടയും കൂടി നമ്മൾ ഇതിലേക്ക് ഉടച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ ചില്ലി സോസ് ചേർക്കുന്നത് കൊണ്ട് അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാം. എന്നിട്ട് ഇത് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ചിക്കൻ്റെ അകം ഒന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, എന്നാൽ പുറമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ച് ചിക്കനും ഓരോ പീസായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സെക്കൻഡ് ബാച്ച് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 പച്ചമുളക് കീറിയത്, 3 വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മുളകൊക്കെ പൊട്ടി എണ്ണ ദേഹത്തൊന്നും തെറിച്ച് വീഴരുത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് പാകത്തിനാണെങ്കിൽ ഈ ഉപ്പും കൂടെ ചേരുമ്പോൾ നല്ല ഉപ്പായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ എന്ന് പറഞ്ഞത്. ചില്ലി സോസും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് കളറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസിൽ ചില്ലി സോസൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സോസിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്